ഈസി മാത്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാത്സിന്റെ ബേസ് കാര്യങ്ങൾ പഠിച്ചു വരുമായിരുന്നു. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ഷന്റെ PSC സ്റ്റുഡൻസിനും മലയാളം മീഡിയംകാർക്കും ഒക്കെ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്തായിരിക്കും. കാരണം ഫ്രാക്ഷൻസിന്റെ കുറേ ടേംസ് നമുക്ക് മലയാളത്തിൽ പറയണം. ഓക്കെ, അപ്പം എന്താണ് ഒരു ഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നമുക്ക് P/Q ഫോമിൽ നമുക്ക് ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും സീറോ ആകില്ല കേട്ടോ. ഡിനോമിനേറ്റർ സീറോ ആകില്ല. അത് നമ്മുടെ മാത്സിൽ ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്റർ സീറോ ആകുന്ന കേസ് നോട്ട് ഡിഫൈൻഡ് ആണ്. Q നോട്ട് ഈക്വൽ ടു സീറോ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 10/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം ഇത് നോട്ട് ഡിഫൈൻഡ് എന്നാണ്. ഇതിനൊരു ഉത്തരവില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫ്രാക്ഷന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുന്നതിന് മുന്നേ എന്താണ് ഈ പിയും ക്യൂ എന്നൊന്ന് പറഞ്ഞു നോക്കാം. പി എന്നും ക്യൂ എന്നും പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ് കേട്ടോ. ഇൻറ്റീജേഴ്സ്. അപ്പൊ ഇൻറ്റീജേഴ്സ് എന്തായിരുന്നു? 0, 1, 2, 3 അങ്ങനെ -1, -2, -3 അങ്ങനെ. അപ്പൊ എന്ത് ഓർക്കണം? ഡിനോമിനേറ്റർ ക്യൂ മാത്രം ഒരിക്കലും സീറോ ആകില്ല എന്നുള്ള കേസ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഫ്രാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. 1/2, 2/3, 7/11, -1/2. മൈനസും വരും, മൈനസ് നമ്പേഴ്സും ഫ്രാക്ഷൻ ആയിട്ട് വരും കേട്ടോ. -5/13. ഇതൊക്കെ ഫ്രാക്ഷൻസിന് എന്താണ്? എക്സാമ്പിൾ ആണ്. അപ്പൊ കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവരെ കട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോസ് ഫോളോ ചെയ്യുക. ഫ്രാക്ഷൻസിന് ഒന്നിൽ കൂടുതൽ വീഡിയോ ഉണ്ടാവും, 1-2 വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇനി ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് വേണം നോക്കാൻ. ഓക്കെ, അപ്പം ഫ്രാക്ഷൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഫ്രാക്ഷൻസ് വിത്ത് ഫ്രാക്ഷന്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മൂന്നാമത്തേതെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, പിന്നെ വേറെ 2 ടൈപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കാം. വേറെ 2 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ലൈക്ക് ഫ്രാക്ഷൻസ്. പിന്നെ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അൺലൈക്ക് ഫ്രാക്ഷൻസ്. അതായത് പ്രധാനമായിട്ട് നമുക്ക് ഈ 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ ഈ 2 വേറെ ഒന്നിന്റെ കൂടെ വരുന്നതല്ല കേട്ടോ. ഈ 2 സെപ്പറേറ്റ് ആണ്. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ് വേറെ 2 ഫ്രാക്ഷൻസും കൂടി ഉണ്ട്. പ്രധാനമായിട്ട് ഇപ്പൊ നമുക്ക് 3 ഓർക്കണം. പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. പിന്നെ 2 ഫ്രാക്ഷൻസ് കൂടെ ഓർക്കുക, ലൈക്ക് അൺലൈക്ക് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഓർത്താൽ മതി. ന്യൂമറേറ്റർ. അപ്പൊ എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ? ഇപ്പം 1/2 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന 1നെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ. മുകളിൽ കിടക്കുന്ന നമ്പർ ന്യൂമറേറ്റർ, താഴെ കിടക്കുന്ന നമ്പറാണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ കേട്ടോ. അപ്പം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു ചെറിയ നമ്പറും ഡിനോമിനേറ്ററിൽ ഒരു വലിയ നമ്പറും എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. 2/7. അപ്പൊ ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. പിന്നെ ഏതാ വരുന്നത്? 7/15, 3/21. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷന് എക്സാമ്പിൾ ആണ്. ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അപ്പൊ അതാണ് നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കണം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ന്യൂമറേറ്റർ ഈസ് greater than
or equal to denominator. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനെക്കാട്ടിലും വലുതായിരിക്കണം ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിനെക്കാട്ടിലും വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ട് പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ എക്സാമ്പിള്. 7/5. ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. വേറെണ്ണം പറഞ്ഞ 11/4. ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. വേറെണ്ണം പറഞ്ഞ 13/2. ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഇതെല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ മുകളിൽ വലുതും താഴെ ചെറുതും ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ വരാം. 5/5 എന്ന് വന്നു കഴിഞ്ഞാലും അതെന്ത് ഫ്രാക്ഷൻ ആണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. 7/7 ഇത് ഒന്നെങ്കിൽ ഈക്വൽ വരാം, അല്ലെങ്കിൽ മുകളിൽ വലുതും താഴെ ചെറുതുമായിട്ടാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് വെറുതെ ഒരു നമ്പർ ഉണ്ട് 5. അതൊരു ഫ്രാക്ഷനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഏത് ഫ്രാക്ഷനകത്താണ് വരുന്നത്? 5 എന്ന് പറഞ്ഞാൽ 5/1 കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ 5/1. അപ്പം മുകളിൽ വലുത്, താഴെ ചെറുത്. ഞാൻ പറഞ്ഞായിരുന്നു 6 എന്ന് പറഞ്ഞാൽ 6/1, 7 എന്ന് പറഞ്ഞാൽ 7/1. അപ്പൊ വെറുതെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഇത് ഫ്രാക്ഷനിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഏത് ഫ്രാക്ഷനിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഫ്രാക്ഷൻ, നമ്മൾ ഹോൾ നമ്പർ ആണ്, അതായത് ഒരു ഹോൾ നമ്പർ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ നമ്പറോ ഇൻറ്റീജേഴ്സിലോ ഒക്കെ വരുന്നതാണ്. പക്ഷെ നമുക്ക് ഫ്രാക്ഷനിൽ പറയണമെങ്കിൽ ഇംപ്രോപ്പറിൽ പറയാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2.5, 3 1/3, 4 2/5, 5 1/7. ഇങ്ങനെ ഒരു ഹോൾ നമ്പറും ഇവിടെ കിടക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും കേട്ടോ, ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി ചേർന്ന് വരുന്നതിന് വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഹോൾ നമ്പറും പ്രോപ്പർ ഫ്രാക്ഷനോട് ചേർന്ന് വരുന്നതിന് വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഹോൾ നമ്പറിന് പകരം ഇവിടെ നമുക്കൊരു ഇൻറ്റീജർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇൻറ്റീജർ ആൻഡ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഇൻറ്റീജർ ആൻഡ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി, 2.5, 3 1/3, 4 2/5, 5 1/7 എന്നുള്ള രൂപത്തിലൊക്കെ കിടക്കുന്നതിന് വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു നോക്കാം. 2.25. 2.25 അപ്പോൾ 2 3/4. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ 1.5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അരയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഈ 1.5 എന്ന് പറഞ്ഞാൽ 1 + അര എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. 1 അരയും കൂടി ചേരുന്നതാണ് 1.5. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. പ്ലസ് എന്നാണ് ഇതിന്റെ മീനിങ്. 1.5യുടെ അർത്ഥം എന്താണ്? 1 + അരയാണ്. 2.25ന്റെ അർത്ഥം എന്താണ്? 2 + 1/4 എന്നാണ് കേട്ടോ. 2 + 1/4 അങ്ങനെ. ഇനി നമുക്ക് ഒരു ഫ്രാക്ഷനോട് നോക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് ആ ഫ്രാക്ഷനോട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. പറഞ്ഞില്ലേ, ജസ്റ്റ് നമുക്ക് പേര് ഓർത്തിരിക്കാന്ന്. അത് ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷനും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ എന്നാന്ന് നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻസ് that have same denominator. ഓക്കെ, സെയിം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. എക്സാമ്പിൾ പറഞ്ഞാൽ 2/7, 4/7, 6/7. ഇവർ 3 പേരും ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. കാരണം ഇവരുടെ 3 പേരുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, അപ്പൊ സെയിം ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ്. വേറൊരു എക്സാമ്പിൾ പറയാം. 1/3, 2/3. ഇത് രണ്ടും ലൈക്ക് ഫ്രാക്ഷൻ ആണ്. രണ്ടുപേരുടെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. 1/11, 3/11, 8/11. ഇവര് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, സെയിം ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, സെയിം ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പൊ എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നൂടി നോക്കാം കേട്ടോ. അൺലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പം അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ഹാവ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്.
ഓക്കെ, ഫ്രാക്ഷൻസ് ദാറ്റ് ഹാവ് എന്ന് നോക്കാം. ഫ്രാക്ഷൻസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള 2-3 പേരെ എടുത്താൽ മതി. ഇങ്ങനെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 3 കൊടുക്കാം. 3/7. അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കിക്കേ, എല്ലാം വേറെ വേറെയാണ്. ഡിനോമിനേറ്റർ സെയിം വന്നാൽ ഫ്രാക്ഷൻസ്, ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ട് വന്നാൽ ഈ ഫ്രാക്ഷൻസിനെ, ഇവരെ ഇത്രയത്തിനെ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് കേട്ടോ. വേറെ പറയാം, 1/8, ഓക്കെ, 2/7, 3/11. ഇതെല്ലാം എന്താണ്? വേറെ കൂടെ എടുക്കാം, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. വേറെ എടുക്കാം, 3/13, 4/7, 5/6. ഇതുണ്ടോ, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് അല്ലേ? ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ലോങ് വീഡിയോ ഇടുന്നില്ല ഞാൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടുന്നതായിരിക്കും. ചെറിയ ഫ്രാക്ഷൻ വലുത് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയും ബൈ. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.